ഏറ്റവും വികസന ഊന്നൽ നൽകിക്കൊണ്ടുള്ള വളരെ ഹ്രസ്വമായ രീതിയിൽ അവതരിപ്പിച്ച മനോഹരമായ ബഡ്ജറ്റാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചത്. രാത്രികാലത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗം തടഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സമാധാനമായിട്ട് ജനങ്ങൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള സമഗ്ര പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ളത് സ്വാഗതാർഹമാണ്. അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുന്നതിനായിട്ടാണ് നമ്മൾ നഗരദർശനം എന്ന രീതിയിലുള്ള ഒരു മാഗസീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാലിന്യ സംസ്കരണത്തിൻ്റെ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വീടുകളിലും സ്കൂളുകളിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള ധനസഹായം നൽകുമെന്നതാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ബഡ്ജറ്റ് അവതരണം ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇന്ന് കൗൺസിൽ യോഗത്തിൽ പ്രധാനമായി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ എല്ലാ കൗൺസിലർമാർക്കും അഭിപ്രായം പറയാനുള്ള ഒരു അവസരം നിലവിലിപ്പോൾ നഗരസഭ നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൗൺസിലറായ ആർ ശ്രീലേഖ സംസാരിക്കുകയാണ്. എല്ലാവിധ ജനങ്ങൾക്കും പരിപൂർണ ക്ഷേമം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് അവതരണമാണ് 24-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് നടത്തിയത്. 33 വർഷം പോലീസിൽ ജോലി ചെയ്ത ഞാൻ 7-8 നിയമസഭയുടെ ബഡ്ജറ്റ് സ്പീച്ചുകൾ കേട്ടിട്ടുണ്ട്, ഉദ്യോഗസ്ഥ ഗാലറിയിൽ ഇരുന്നുകൊണ്ട്. പക്ഷെ അതിനൊക്കെ വിഭിന്നമായിട്ട് ഏറ്റവും ശ്രവണ സുന്ദരമായ, ഏറ്റവും വികസന ഊന്നൽ നൽകിക്കൊണ്ടുള്ള വളരെ ഹ്രസ്വമായ രീതിയിൽ അവതരിപ്പിച്ച മനോഹരമായ ബഡ്ജറ്റാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചത്. നമ്മൾ വാഗ്ദാനം ചെയ്ത സകല കാര്യങ്ങളും അനന്തപുരിക്ക് വേണ്ടി, അനന്തപുരിയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. നേരത്തെ സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീകുമാർ, ബഹുമാനപ്പെട്ട ശബരിനാഥ്, ഇവർക്കുള്ള ഉത്തരം ബന്ധപ്പെട്ടവർ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വീണ്ടും ഞാൻ സിറ്റി ഓഫ് പീസിൽ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. സമാധാനം എന്ന് പറയുന്ന ക്രമസമാധാനം മാത്രമല്ല, സാമുദായിക സമാധാനം, സർവ്വമതങ്ങൾ ഒരുമിച്ചുള്ള സമാധാനം, സാംസ്കാരിക സമാധാനം, പൈതൃക നഗരം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ സമാധാനം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണെങ്കിലും ഇതോടൊപ്പം നമ്മൾ സിറ്റി ഓഫ് പീസിലെ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് സ്പീച്ചിൽ. അത് നഗര സമാധാന മാപ്പിംഗ് നടത്തുവാനും എവിടെയൊക്കെയാണ് ടാസ്ക് ഫോഴ്സ് വരേണ്ടത് എന്നും എങ്ങനെയാണ് വോളണ്ടിയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നഗരത്തിലുള്ള യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇത് തീർച്ചയായിട്ടും മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നഗര നിരീക്ഷണം എന്ന് പറഞ്ഞ 24/7 AI ക്യാമറ നിരീക്ഷണം നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നഗര നിരീക്ഷണവും സിറ്റി ഓഫ് പീസും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ഇവിടെയുള്ള സമാധാനം മെച്ചപ്പെടുത്തുന്നതിന് രാത്രികാലത്ത് ഭീകരമായ രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നത് തടഞ്ഞുകൊണ്ട്, രാത്രികാലത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരുപയോഗം തടഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സമാധാനമായിട്ട് ജനങ്ങൾക്ക് ഇവിടെ കഴിയാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള സമഗ്ര പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് എന്നുള്ളത് സ്വാഗതാർഹമാണ്. അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുന്നതിനായിട്ടാണ് നമ്മൾ നഗരദർശനം എന്ന രീതിയിലുള്ള ഒരു മാഗസീൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ മാഗസീൻ മുഖാന്തിരം നമ്മൾ നഗരസഭയിൽ ഏതൊക്കെ പരിപാടികൾ ഏതൊക്കെ രീതിയിൽ ചെയ്തു എന്നുള്ളത് കണക്ക് സഹിതം ബോധിപ്പിക്കും. അതിൻ്റെ ഒരു വളരെ നല്ല ഒരു ഉദാഹരണമാണ് ഈ ഒരു മാഗസീൻ വഴി നമ്മൾ ലക്ഷ്യമാക്കുന്നത്. മാലിന്യ സംസ്കരണത്തിൻ്റെ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് വീടുകളിലും സ്കൂളുകളിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള ധനസഹായം നൽകുമെന്നതാണ്. ഇത് നമുക്ക് ഊർജം സംരക്ഷിക്കാൻ സാധിക്കും, മാലിന്യം നമുക്ക് ഊർജ്ജമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു പ്രക്രിയയാണ്. അത് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കും. ഇതോടൊപ്പം എനിക്കൊരു ചെറിയ സജഷൻ ആയിട്ടുള്ളത്, ഇവിടെ റോഡ് സ്വീപ്പിംഗ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ വണ്ടികളുണ്ട്. അതായത് കരിയിലകൾ വീണ് കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൈകൊണ്ട് തൂത്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ കൊണ്ട് സാധ്യമാകും. അതുകൊണ്ട് നഗരസഭയിലെ ചില വാർഡുകളിലെങ്കിലും ഇതുപോലെ റോഡ് സ്വീപ്പിംഗ് മെഷീനുകളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ചെറിയ സജഷൻ ഉണ്ട്. നഗരസഭയുടെ പരിസ്ഥിതി ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിന് വളരെ നല്ല തുകയാണ് മാറ്റിവെച്ചതെങ്കിലും കൂടുതൽ തുകയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം പരിസ്ഥിതി നന്നാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കൂടുതൽ പൂച്ചെടികൾ പിടിപ്പിക്കുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും മനോഹരമായി ചെടികൾ നട്ടുപിടിപ്പിക്കുക.
വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. കോംപ്രിഹെൻസീവ് ട്രെയിനിങ്ങിന്റെ കാര്യം യുവജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആയിട്ട് നാരീശക്തി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം തുക ഉൾപ്പെടുത്തിയിട്ടുള്ളതിനകത്ത് തീർച്ചയായിട്ടും നഗരത്തിലെ കുട്ടികളുടെ സൂയിസൈഡുകൾ കുറയ്ക്കുന്നതിനും സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിനും സഹായകരമാവുന്ന കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ടാകും എന്ന് ഉറപ്പു തരുന്നു. അതോടൊപ്പം നമ്മുടെ അംഗൻവാടികൾ അത് കഴിഞ്ഞ നഗരസഭയുടെ വാർഡ് പുനഃക്രമീകരണം വളരെ മോശമായ രീതിയിൽ നടത്തിയത് കൊണ്ടായിരിക്കണം ചില വാർഡുകളിൽ അംഗൻവാടികളെ ഇല്ല. എൻ്റെ ശാസ്ത്രമംഗലം വാർഡിൽ അംഗൻവാടി ഇല്ല, പകരം അടുത്ത വാർഡിൽ 2-3 അംഗൻവാടികൾ വെച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഈ നഗര പുനഃക്രമീകരണം നമ്മുടെ വാർഡുകളുടെ തെറ്റായ രീതിയിലുള്ള ക്രമീകരണം കൊണ്ട് നടന്നതാണ്. അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട്. ഇനി മാർക്കറ്റുകളുടെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാർക്കറ്റ് പുതിയതായിട്ട് സ്ഥലം വാങ്ങിക്കുമ്പോഴും നവീകരിക്കുമ്പോഴും തീർച്ചയായിട്ടും തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള ഭൂട്ടാൻ അല്ലെങ്കിൽ നേപ്പാൾ, ഇന്തോനേഷ്യ, ഇതുപോലെയുള്ള സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ചില ആൾക്കാരെ അവിടേക്ക് വിനിയോഗിക്കുക, അവിടേക്ക് വിടുക. കാരണം നമുക്ക് മിച്ച ബഡ്ജറ്റാണ്, അതുകൊണ്ട് കാശുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് വേണ്ടി വിട്ട് ആ മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, എത്ര നല്ല രീതിയിലാണ് ഇപ്പോൾ ദുബായിലെ ഫിഷ് മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റ് ഒക്കെ പോലെ ഭൂട്ടാനിലുള്ള വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് കണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് എങ്ങനെ നന്നായിട്ട് നടപ്പിലാക്കാൻ സാധിക്കൂ എന്നറിയുള്ളൂ. അപ്പോൾ അതിനൊരു തീരുമാനം തീർച്ചയായിട്ടും ഇതിന് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിൽ നോക്കിയാലും വിവിധ സമൂഹത്തിനും വിവിധ തലത്തിലുള്ള ജനങ്ങൾക്കും പട്ടികജാതിക്കാർക്ക്, വർഗ്ഗക്കാർക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഗുണപ്രദമാകുന്ന വിവിധ തരം പദ്ധതികളുള്ള ക്ഷേമ പദ്ധതികളുള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു.